പ്രശാന്ത് ശിവനിലേക്കാണ്. പ്രശാന്ത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വച്ച വിഷയം, ഈ വിസ്ഡത്തിന്റെ ലേബലിൽ നടക്കുന്ന ഈ കൂട്ടായ്മകൾക്ക് ഫണ്ട് നൽകുന്നതാരാണ്? ഇതിൽ ആരൊക്കെയാണ് ഈ കൂട്ടായ്മകളിൽ പങ്കാളികളാകുന്നത്? ഇവർക്ക് ഈ കൂട്ടായ്മകളിൽ നിന്ന് കിട്ടുന്ന സന്ദേശം എന്താണ്? ഇതിനൊക്കെ വളരെ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതല്ലേ? ഇവിടെ നേരത്തെ സൂചിപ്പിച്ച സമയത്ത് ഇവിടുത്തെ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ സംസാരിച്ച സമയത്ത്, അതുപോലെ തന്നെ ഇവിടുത്തെ ജിഹാദി ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പറഞ്ഞ സമയത്ത് അത് ഇന്നാട്ടിലെ ഇസ്ലാമിക സഹോദരന്മാർക്കെതിരെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് CPM-ന്റെ പ്രതിനിധി ബോധപൂർവമായ ശ്രമമുണ്ടായി. വളരെ കൃത്യമായി തന്നെ പറയാം, കേരളത്തിലെ ഈ രാജ്യ താല്പര്യങ്ങളോടൊപ്പം നിൽക്കുന്ന നിരവധി ഇസ്ലാമിക സഹോദരന്മാരുണ്ട്. ഞങ്ങൾ എതിർക്കുന്നത് ഇവിടുത്തെ രാജ്യവിരുദ്ധ ശക്തികളെയാണ്, ഇവിടുത്തെ ഭീകരവാദ പ്രവർത്തനങ്ങളെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ വരുന്ന സമയത്ത് അത് മൊത്തം സമൂഹത്തിനെതിരെ വഴിതിരിച്ചിടുവാനായിട്ട് ബോധപൂർവം ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ ചർച്ചയിലും കണ്ടത്. പിന്നെ നേരത്തെ ഈ പറഞ്ഞ കൂട്ടത്തിലെ പറഞ്ഞു പോയ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ കേരളത്തിലെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ അത് പൂർണ്ണമാക്കാൻ പറ്റിയില്ല. തടയൻ്റെ ഇവിടെ നസീറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് ഇവിടെ പാരീസ് ഭീകരാക്രമണത്തിലും ശ്രീലങ്കൻ ഭീകരാക്രമണത്തിലും എല്ലാം ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിച്ച് അവസാനം തപ്പിയെത്തിയത് ഈ കേരളത്തിലേക്ക് തന്നെയാണ്. ഈ കേരളത്തിനെ ഭീകരവാദികളുടെ ഒരു സുരക്ഷിത കേന്ദ്രമാക്കി മാറ്റുന്നതിന് ഇവിടെ മാറി മാറി ഭരിച്ച സർക്കാരുകൾ അതിനുവേണ്ട ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിൽ വിസ്ഡത്തിൻ്റെ പേരിൽ നടക്കുന്ന ഈ യോഗങ്ങൾക്കും കൂടിച്ചേരലുകൾക്കും എല്ലാം വരുന്ന ആളുകളെ സംബന്ധിച്ച് അവിടെ ഇരിക്കുന്ന ആളുകൾ ബംഗ്ലാദേശിൽ നിന്ന് ആളുകളുണ്ടോ, ബംഗാളിൽ നിന്നുള്ള ആളുകളുണ്ടോ എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് പോലും അവ്യക്തതയുണ്ട്. കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തുന്നതിന് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ മുതിരുന്നില്ല. ഇതിനു പുറകിൽ ആരെല്ലാം ഫണ്ടിങ് ഏജന്റായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് ഇവിടുത്തെ സംസ്ഥാന ഇന്റലിജൻസ് സംവിധാനങ്ങളോ സംസ്ഥാന ആന്റി ടെററിസ്റ്റ് സ്ക്വാഡുകളോ അതിനുവേണ്ട പ്രത്യേക പരിശ്രമങ്ങൾ നടത്തുന്നില്ല. അപ്പോൾ ഇതിനെതിരെ സംസാരിക്കുന്ന സമയത്ത് ഇത് മൊത്തം ഇവിടെയുള്ള ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്തുന്നു എന്ന തരത്തിലേക്ക് ഇവർ മാറുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രവണത ശരിയല്ല. ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ എല്ലാം നടക്കുന്ന സമയത്ത് അതിനകത്ത് വരുന്ന ആളുകൾ അവരുടെ ഉദ്ദേശശുദ്ധി എന്താണ് എന്നതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ കേരളത്തിലെ വാഗമണിലെ സിമി ക്യാമ്പും നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ രാജ്യവിരുദ്ധ ശക്തികൾക്ക് വിളനിലമായി മാറിയിട്ടുണ്ട് എന്നത് നിരവധി ഉദാഹരണങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെതിരെയാണ് ഇവിടെ ഇത്തരത്തിലുള്ളൊരു ചർച്ച നടക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ചർച്ച നടത്തുന്ന ചാനലിനെതിരെയും ചർച്ചയിൽ വന്ന് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പറയുന്ന ആളുകൾ മൊത്തത്തിലൊരു ഇസ്ലാമോഫോബിയാക്കി മാറ്റുന്നത് ഇത് ബോധപൂർവമാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ നടത്തുന്ന ആളുകളുടെ ഫണ്ടിങ് എവിടെ നിന്നാണ്? പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് SGPI ഓഫീസുകളിലെ ഈ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ നടക്കുന്ന കൂടിച്ചേരലുകൾക്കെതിരെ അതിശക്തമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ MEC7 കൂട്ടായ്മയ്ക്കെതിരെ ഏറ്റവും ആദ്യം ശബ്ദമുയർത്തിയത് CPM-ന്റെ പ്രതിനിധികൾ തന്നെയായിരുന്നു. പിന്നീട് അവര് അതിനെതിരെയുള്ള നിലപാട് തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണ് ചെയ്തത്. അതിനെതിരെയുള്ള നിലപാടുകൾ മാറ്റി. അപ്പോൾ ഇത്തരത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് തണലേകുന്ന പരിപാടി ഇവിടുത്തെ സംസ്ഥാന സർക്കാർ അവസാനിപ്പിക്കുവാൻ തയ്യാറാവണം. ഇതിനെതിരെ അതിശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത്.